മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. വടക്കാഞ്ചേരി നഗരസഭ വിജ്ഞാന കേരളം ലോക്കൽ ജോബ് ഫെയറുമായി ബന്ധപ്പെട്ട് ആലോചനാ യോഗവും സംഘാടക സമിതി യോഗവും നടന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച വിജ്ഞാന കേരളം പദ്ധതി, ആ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ജില്ലയ്ക്കകത്ത് 20,000 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജോബ് മേളകൾ ജില്ല കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ചു. നമ്മുടെ നഗരസഭയ്ക്കകത്ത് ഏകദേശം 100ഓളം വരുന്ന ആളുകൾ യോഗ്യരാണ് എന്ന് പറഞ്ഞ് നമുക്ക് സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ പുതിയ തീരുമാനത്തിൻ്റെ ഭാഗമായി എല്ലാവർക്കും തൊഴിൽ ലഭ്യമാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാധ്യതകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവരുടെ യോഗ്യത അനുസരിച്ച് എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാധ്യതകൾ. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ ഏകദേശം 2,30,000 വരുന്ന തൊഴിൽ അല്ലെങ്കിൽ PSC പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഇപ്പോൾ നമുക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരാൾക്ക് പോലും തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. UPSC വഴി നിയമനം നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പട്ടാളത്തിൽ പോലും കോൺട്രാക്റ്റ് ബേസിലാണ്, കരാറടിസ്ഥാനത്തിലാണ് അവിടെ അഗ്നിപഥ് 4 വർഷം തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 5ാമത്തെ വർഷം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക എന്നുള്ളതാണ് സ്ഥിതി. റെയിൽവേയിൽ ഉള്ളതുകൊണ്ട്, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുള്ളതുകൊണ്ട്, BSNL-ഉം പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാഫ് എല്ലാ സംഗതികളും സ്വകാര്യവൽക്കരിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് അവിടെ തുടരുമ്പോൾ കേരള സംസ്ഥാനത്ത് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ 9 വർഷത്തിനിടയ്ക്ക് 2,30,000 പേർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇത് വേറൊന്നാണ്. വിജ്ഞാന കേരളം പദ്ധതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഏകദേശം 5.5 ലക്ഷം ആളുകൾക്കാണ് ഇന്ന് കേരളത്തിലെ സ്റ്റേറ്റ് സർവീസിൽ ജോലിയുള്ളത്. എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിയാത്തൊരു ഗവൺമെൻറ് സർവീസിൽ തൊഴിൽ കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിനകത്ത് വിജ്ഞാന കേരളം എന്ന് പറഞ്ഞൊരു സംവിധാനം രൂപപ്പെടാനും അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളുടെ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് അവരുടെ പ്രൊഫഷണലിന് അനുസരിച്ചുകൊണ്ട് തൊഴിൽ കൊടുക്കാൻ കഴിയാവുന്ന രീതിയിൽ സാധ്യത ഉണ്ടാക്കുകയാണ്. അത് ഗൾഫിലേക്കും മറ്റുള്ള ഇൻ്റർനാഷണൽ നിലവാരത്തിലേക്കും അവരുടെ യോഗ്യത അനുസരിച്ചുകൊണ്ട് അവിടേക്ക് കൊടുക്കുകയാണ്. നമ്മുടെ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കാണ് അതിനെ മുൻകൈ എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ല കേന്ദ്രീകരിച്ച്, ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ച് തുടക്കം, അതിനുശേഷം തൃശ്ശൂർ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജോബ് സെഷൻ ആരംഭിക്കാനും ആ ജോബ് സെഷനിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചുകൊണ്ട് അവർക്ക് ജോലി ലഭിക്കാൻ കഴിയാവുന്ന സാധ്യത ഉണ്ടാകും. കുടുംബശ്രീ ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. വിജ്ഞാന തൃശൂർ കുടുംബശ്രീ തൊഴിൽ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓണത്തിന് 1 ലക്ഷം പേർക്ക് തൊഴിൽ എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പ്രാദേശിക തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ചു. കുടുംബശ്രീ അയൽക്കൂട്ടം മുഖാന്തരം തൊഴിൽ അന്വേഷകരെയും ദാതാക്കളെയും കണ്ടെത്തി 250 പേർക്ക് പ്രാദേശിക തലത്തിൽ ജോലി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നത്. ഇതിൽ നഗരസഭാ കൗൺസിലർ AD അജി, CDS 2 ചെയർപേഴ്സൺ ഷെരീഫ ഹസൻ, KRP കില ബ്ലോക്ക് കോർഡിനേറ്റർ സുഹാസ് K, കുടുംബശ്രീ CDS അംഗങ്ങൾ, വിജ്ഞാന കേരളം പദ്ധതി RP, LRP-മാരും NULM കോർഡിനേറ്റർമാരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.